മലയാള സിനിമയെ രണ്ടായി കീറിമുറിച്ച നടിയെ ആക്രമിച്ച കേസിൽ ആരും വിസ്മരിക്കാൻ പാടില്ലാത്ത ഒരു വ്യക്തിത്വമുണ്ട്. അത് മറ്റാരുമല്ല, ഇപ്പോൾ നമ്മോടൊപ്പമില്ലാത്ത അന്തരിച്ച MLA PT തോമസ് ആയിരുന്നു. കേസ് വാദത്തിലേക്ക് എത്തുമ്പോൾ വീണ്ടും വാർത്തകളിൽ ഉൾപ്പെടെ നടിയെ ആക്രമിച്ച സംഭവം സജീവ വാർത്തയാകുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അന്തരിച്ച PT സഹധർമ്മിണി ഉമാ തോമസ് MLA പങ്കുവച്ച ചില കാര്യങ്ങൾ കൂടി പ്രസക്തമാണ്. നടി ആക്രമിക്കപ്പെട്ട ദിവസം രാത്രിയിൽ ഇന്ന് കാണുന്ന നിലയിലേക്ക് ആ കേസിന്റെ ഗൌരവം തന്നെ വരുന്നതിന് ഇടയാക്കിയത് PT തോമസ് എന്ന നേതാവിന്റെ ഇടപെടൽ തന്നെയായിരുന്നു. സ്വന്തം മകൾ എന്ന അതേ നിലയിൽ തന്നെയായിരുന്നു PT ആ വിഷയത്തിൽ ഇടപെട്ടിരുന്നത്. അന്ന് രാത്രിയിൽ തിരികെ വീട്ടിലെത്തിയ PTക്ക് ആ സംഭവത്തിന്റെ വ്യാപ്തിയോർത്ത് ഉറങ്ങാൻ പോലും കഴിഞ്ഞിരുന്നില്ല എന്നായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഉമാ തോമസ് MLA വെളിപ്പെടുത്തിയത്. PT തോമസ് കേസിലെ പ്രധാനപ്പെട്ട സാക്ഷിയുമായിരുന്നു. മൊഴി കൊടുക്കാൻ പോയപ്പോൾ അദ്ദേഹത്തിന് കുറെ ദുരനുഭവങ്ങൾ ഉണ്ടായതായും ഉമാ തോമസ് MLA ഓർക്കുന്നു. മൊഴി കൊടുക്കേണ്ട എന്നുവരെ ഒരു കൂട്ടർ പറയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. മൊഴി ശക്തമാക്കരുതെന്ന് പറഞ്ഞവരും ഉണ്ടായിരുന്നു. പക്ഷേ അതിന് PT പറഞ്ഞ മറുപടി, ഞാൻ ഒന്നും കൂട്ടിപ്പറയില്ല, പക്ഷേ ഒന്നും കുറച്ചു പറയാനും തയ്യാറല്ല എന്നായിരുന്നു. PT ഒരിക്കലും ഒരാളുടെയും പേര് എടുത്തു പറഞ്ഞിട്ടില്ല. തെറ്റു ചെയ്തവർ ശിക്ഷിക്കപ്പെടണമെന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. 8 വർഷം നീണ്ട വിചാരണയ്ക്കൊടുവിലാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധി പറയാൻ പോകുന്നത്. പ്രോസിക്യൂഷൻ സാക്ഷിയായ അന്വേഷണ ഉദ്യോഗസ്ഥനെ 100-ലേറെ ദിവസമാണ് വിസ്തരിച്ചത്. ഏപ്രിൽ 11-നാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ കേസിന്റെ അന്തിമവാദം പൂർത്തിയായത്. തുടർന്ന് വിധിക്ക് മുന്നോടിയായി വാദങ്ങളിൽ വ്യക്തത വരുത്താൻ വീണ്ടും 7 മാസങ്ങൾ. 8 വർഷം നീണ്ട വിചാരണ നടപടികൾക്കൊടുവിൽ ഡിസംബർ 8-ന് വിധി പറയുമ്പോൾ അത് ആരുടെ വിധിയാകും എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ദൈർഘ്യമേറിയ വിചാരണ നടപടികൾ പൂർത്തിയാകുമ്പോൾ ആക്രമിക്കപ്പെട്ട നടിക്ക് നീതി ലഭിക്കും എന്ന് തന്നെയാണ് കേരള സമൂഹം പ്രതീക്ഷിക്കുന്നത്. കേസിൽ മൊഴി നൽകുന്ന ഘട്ടത്തിൽ PT തോമസിന്റെ കാറിന്റെ 4 ചക്രങ്ങളുടെയും ബോൾട്ടുകൾ അഴിച്ചുമാറ്റിയ നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട്. സത്യം പുറത്തു കൊണ്ടുവരിക മാത്രമായിരുന്നു PT തോമസിന്റെ ലക്ഷ്യം. കാറിന്റെ ചക്രങ്ങളിലെ ബോൾട്ടുകൾ അഴിച്ചു മാറ്റപ്പെട്ടതിൽ പലരും അന്ന് സംശയം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് വധശ്രമമാണെന്ന സംശയം ഇപ്പോഴും ദുരൂഹമായി തുടരുകയാണ്. PT തോമസ് നടത്തിയ ഇടപെടലുകളായിരുന്നു കേസ് വലിയ ഗൌരവത്തിൽ കേരളം ചർച്ച ചെയ്യാൻ ഇടയാക്കിയതും പ്രതികൾ വേഗം പിടിയിലാകാൻ സഹായിച്ചതും. 2017 ഫെബ്രുവരി 17-നാണ് തൃശൂരിലെ വീട്ടിൽ നിന്ന് കൊച്ചിയിലെ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് പുറപ്പെട്ട നടി ആക്രമിക്കപ്പെട്ടത്. ആക്രമണത്തിനിരയായ നടി ഒരിക്കലും ഓർക്കാൻ മടിക്കുന്ന രാത്രിയിൽ പ്രതികൾ രക്ഷപ്പെട്ടതോടെ നടി ആദ്യമെത്തിയത് മുതിർന്ന സിനിമാ താരത്തിന്റെ വീട്ടിലായിരുന്നു. അവിടെ നിന്നാണ് PT തോമസിന് ഫോൺ വിളിയെത്തുന്നത്. തുടർന്നാണ് PT തോമസ് വിഷയത്തിൽ ഇടപെട്ടതും പ്രതികൾ ആരും രക്ഷപ്പെടരുത് എന്ന കർക്കശ നിലപാട് സ്വീകരിച്ചതും. PT തോമസ് കേസിലെ സാക്ഷിയുമായിരുന്നു. തൊട്ടടുത്ത ദിവസം രമേശ് ചെന്നിത്തലയുടെ ഉപവാസം ആലപ്പുഴയിൽ നടക്കുന്നുണ്ടായിരുന്നു. രാവിലെ അവിടെ എത്തിയാണ് നടി ആക്രമിക്കപ്പെട്ട സംഭവം PT പരസ്യമാക്കിയത്. ഇതോടെയാണ് കേരളത്തിൽ വിഷയം ചർച്ചയാകുന്നത്. സംഭവം അറിഞ്ഞ വേളയിൽ തന്നെ ആ കുട്ടിയെ PT ആശ്വസിപ്പിച്ചു. ഇനിയൊരാൾക്ക് ഇങ്ങനെ സംഭവിക്കരുത് എന്ന നിലപാടും എടുത്തു. ധൈര്യത്തോടെ നിൽക്കണമെന്നും നടിയോട് PT ആവശ്യപ്പെട്ടിരുന്നു. ശേഷം PTയുടെ ഫോണിൽ നിന്നാണ് IG-യെ ബന്ധപ്പെട്ടത്. IG ട്രെയിനിൽ യാത്രയിലായിരുന്നു. ഫോൺ കുട്ടിക്ക് കൊടുത്തു. എന്താണ് സംഭവിച്ചതെന്ന് ആ കുട്ടി തന്നെ IG-യോട് വിശദീകരിച്ചു. സത്യം എന്തായാലും പുറത്തുവരുമെന്ന് അന്ന് നടിക്ക് PT ധൈര്യം നൽകി. ആ ധൈര്യം തന്നെയായിരുന്നു നടിക്ക് ഈ കേസിൽ കുറെ ദൂരം സധൈര്യം മുന്നോട്ടു പോകാൻ കരുത്തേകിയത്. കൂട്ടബലാത്സംഗം, ഗൂഢാലോചന, തെളിവ് നശിപ്പിക്കൽ അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയ കേസിൽ അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. പൾസർ സുനി എന്ന സുനിൽകുമാർ 1-ാം പ്രതിയായ കേസിൽ നടൻ ദിലീപ് 8-ാം പ്രതിയായി. വിചാരണയ്ക്ക് വനിതാ ജഡ്ജി വേണമെന്ന് അതിജീവിത ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ എറണാകുളം പ്രത്യേക CBI കോടതി ജഡ്ജിയായിരുന്ന ഹണി M വർഗീസിന് ചുമതല നൽകി. 2020 ജനുവരി 6-ന് 1-ാം പ്രതി പൾസർ സുനി, 8-ാം പ്രതി നടൻ ദിലീപ് അടക്കമുള്ള 10 പ്രതികൾക്കെതിരെ വിചാരണ കോടതി കുറ്റം ചുമത്തി. കൃത്യം നടന്ന ഏകദേശം 3 വർഷം പിന്നിടുമ്പോൾ ജനുവരി 30-ന് സാക്ഷി വിസ്താരം ആരംഭിച്ചു. അടച്ചിട്ട കോടതി മുറിയിലായിരുന്നു വിചാരണ നടപടികളെല്ലാം നടന്നത്. ചലച്ചിത്ര താരങ്ങളായ ഭാമ, സിദ്ദിഖ്, ഇടവേള ബാബു, ബിന്ദു പണിക്കർ തുടങ്ങി 19 സാക്ഷികൾ വിചാരണയ്ക്കിടെ മൊഴി മാറ്റിപ്പറഞ്ഞു. അതിനിടെ വിചാരണ കോടതി ജഡ്ജിയെ മാറ്റണമെന്നാവശ്യപ്പെട്ട അതിജീവിത ഹൈക്കോടതിയെയും പിന്നീട് സുപ്രീം കോടതിയെയും സമീപിച്ചെങ്കിലും ആവശ്യം തള്ളുകയായിരുന്നു. അന്വേഷണം CBIക്ക് കൈമാറണമെന്നാവശ്യപ്പെട്ട നടൻ ദിലീപും കോടതിയെ സമീപിച്ചിരുന്നുവെങ്കിലും അംഗീകരിക്കപ്പെട്ടില്ല. വിചാരണ പുരോഗമിക്കുന്നതിന് ഇടെയായിരുന്നു സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലുകൾ കേരളത്തെ ഞെട്ടിക്കുന്നത്.
പുതിയ സംഘത്തെ നിയോഗിച്ച ഈ വെളിപ്പെടുത്തലിന്മേൽ സർക്കാർ അന്വേഷണം ആരംഭിക്കുന്നു. ഇതോടെ വിചാരണ തൽക്കാലത്തേക്ക് നിർത്തിവച്ചു. അന്വേഷണത്തിനൊടുവിൽ ദിലീപിനും സുഹൃത്ത് ശരത്തിനുമെതിരെ തെളിവ് നശിപ്പിക്കൽ കുറ്റം കൂടി കോടതി ചുമത്തി. 11 മാസത്തെ ഇടവേളയ്ക്കു ശേഷം 2022 നവംബറിൽ വിചാരണ പുനരാരംഭിച്ചു. ഇതിനിടെ വിചാരണ കോടതിയുടെ നടപടികളിൽ പ്രതിഷേധിച്ച 2 സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർമാർ രാജിവച്ചതും കേരളം കണ്ടു. അതിജീവിതയുടെ അപേക്ഷ പരിഗണിച്ച അഡ്വക്കേറ്റ് വി അജയകുമാറാണ് 3ാമത്തെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി ചുമതലയേറ്റത്. സാക്ഷി വിസ്താരം അനന്തമായി നീണ്ടതോടെ വിചാരണ കോടതിയുടെ അപേക്ഷ പരിഗണിച്ച സുപ്രീം കോടതി പലതവണ കാലാവധി നീട്ടി നൽകി. ക്രോസ് വിസ്താരത്തിന് ഏറ്റവും സമയമെടുത്തത് ദിലീപിന്റെ അഭിഭാഷകരായിരുന്നു. കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായ ബൈജു പൌലോസിനെ 110 ദിവസത്തോളമാണ് വിസ്തരിച്ചത്. ഇതിൽ 87 ദിവസവും എടുത്തത് ദിലീപിന്റെ അഭിഭാഷകൻ. ദേശീയതലത്തിൽ പോലും ഏറെ ശ്രദ്ധിക്കപ്പെട്ട കേസിലെ വിധിയും വരും ദിവസങ്ങളിൽ ചർച്ച ചെയ്യപ്പെടും. വിധി എന്തുതന്നെയാണെങ്കിലും അത് വലിയ കോളിളക്കങ്ങൾ സൃഷ്ടിക്കുമെന്നത് ഉറപ്പാണ്. അങ്ങനെ അതിജീവിതയായ നടിക്ക് നീതി ലഭിക്കുകയാണെങ്കിൽ ആ വിവരമറിഞ്ഞ PT തോമസിന്റെ ആത്മാവ് സന്തോഷിക്കുക തന്നെ ചെയ്യും.